താൻ എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാ ഈ വീഡിയോ ചെയ്തേ? നിന്നെന്നും വെറുതെ വിടാൻ പോണില്ല. അച്ഛാ പ്ലീസ് പ്ലീസ്, അയാൾ പറയട്ടെ. പറ, ഇവിടെ അച്ഛന്റെ മുന്നിൽ വെച്ച് പറ. നിങ്ങൾ എന്നോട് ദേഷ്യം കാണിക്കാൻ തനൂജ സിദ്ധാർത്ഥ സാറിന്റെ മകളാണെന്ന് ഞാനല്ലല്ലോ പറഞ്ഞത്. ആ കുട്ടി തന്നെയല്ലേ സത്യം വെളിപ്പെടുത്തിയത്? പിന്നെ വ്യക്തമായ തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ എന്റെ ചാനലിട്ടത്. ഇനി എത്ര തന്നെ ഭീഷണി വന്നാലും സദാചാരവാദികളുടെ മുഖംമൂടി വലിച്ചു കീറുക തന്നെ ചെയ്യും. തെളിവിന്റെ അടിസ്ഥാനത്തിൽ താൻ പറഞ്ഞല്ലോ. പറ, എന്ത് തെളിവാ തനിക്ക് കിട്ടിയത്? പറയണോ? പറയാനല്ലേ പറഞ്ഞത്? വാർത്തയുടെ സോഴ്സ് ഒന്നും വെളിപ്പെടുത്തേണ്ട കാര്യമില്ല സാറേ. സത്യം പുറത്തു വരുമ്പോ ദേഷ്യം കാണിച്ചിട്ട് കാര്യമില്ല. സാറ് മാനനഷ്ടത്തിന് കേസ് കൊടുത്തോ? ഞാൻ കോടതി തെളിയിച്ചോളാം. എനിക്കറിയാം, ഇങ്ങനത്തെ വാർത്ത കാണുമ്പോ കുടുംബം ഒന്ന് ഒലയും. ഇനി ആ പെങ്കൊച്ച് എന്നോട് പറഞ്ഞത് കളവാണെന്നിരിക്കട്ടെ. ഒരു കാര്യം ചെയ്യാം, തനൂജ സാറിന്റെ മകളല്ലെങ്കിൽ സാർ എനിക്കിപ്പോ ഒരു ഇന്റർവ്യൂ താ. അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റ് താ. അവള് പറഞ്ഞതൊക്കെ കളവാണെന്നും ആ പെണ്ണ് സാറിന്റെ ആരും അല്ലെന്നും തെളിയിക്ക്. വളരെ പ്രാധാന്യത്തോടു കൂടി തന്നെ ഞാൻ എന്റെ ചാനലിൽ കൊടുക്കാം. മറ്റ് ചാനലുകളിലും ഞാൻ തന്നെ വിളിച്ചു പറയാം. ഞാൻ മാപ്പ് ചോദിച്ച് നഷ്ടപരിഹാരവും തരാം. എന്താ പോരെ? അച്ഛാ, അത് നല്ലൊരു ഓപ്ഷനാ. അത് മതി, അങ്ങനെ ചെയ്യാം. സകല തെറ്റിദ്ധാരണകളും ഇതോടെ മാറും. അച്ഛൻ ഒരു പ്രസ്താവന കൊടുക്ക്. അച്ഛ, അത് മതി. അവള് പണത്തിന് വേണ്ടി ചെയ്തതാണെന്നും മകളാണെന്ന് അവകാശപ്പെടുന്നതും ഉന്നയിക്കുന്നതും ഭീഷണിപ്പെടുന്നതും ഒക്കെ നാട്ടുകാർ അറിയട്ടെ. ഒറ്റ മിനിറ്റ്, ഞാൻ എന്റെ ക്യാമറാമാനോട് വരാൻ പറയാം. ഇന്റർവ്യൂ നമുക്ക് ഇവിടെ തന്നെ സെറ്റ് ചെയ്യാം. സാറ് ബൈറ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് ഒരു മറുപടി പറയണം. പെട്ടെന്ന് തന്നെ റീച്ച് കിട്ടും. സിദ്ധു പറഞ്ഞു കഴിഞ്ഞാൽ അതിന് തുടർച്ചയായിട്ട് ഞാനും സംസാരിക്കാം. മാഡത്തിന്റെ ഒരു അരമണിക്കൂർ ഇന്റർവ്യൂ തന്നെ എടുക്കാം. ഇത് കള്ളമാണെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്യാം സാർ. എങ്കിൽ താൻ ക്യാമറ യൂണിറ്റിനോട് വരാൻ പറയാം. മറ്റു ചാനലുകാരും കൂടി വരട്ടെ. ഓക്കെ മാഡം. അത് ശരി, നീ എന്നെ വിറ്റും തിരക്കി കാശുണ്ടാക്കണോ അല്ലേ? വെള്ളം കലക്കി മീൻ പിടിക്കാൻ നോക്കുന്ന ചെന്നായല്ലേ നീയൊക്കെ? കുടുംബങ്ങൾ തകർന്നൊന്നും നിന്നെപ്പോലുള്ളവർക്ക് വിഷയമല്ല. അവിഹിത കഥകളുണ്ടാക്കി ചാനലിന് ആളെ കൂട്ടണം, കാശുണ്ടാക്കണം. എന്നെ വെച്ച് നീ എന്തായാലും പണം ഉണ്ടാക്കണ്ട. അച്ഛാ, അച്ഛാ അതൊക്കെ പിന്നെ പറയാം. ആദ്യം അച്ഛന്റെ ഭാഗത്ത് സത്യം തെളിയിക്കുക. അച്ഛൻ സ്റ്റേറ്റ്മെന്റ് കൊടുക്കുക. എനിക്ക് മനസ്സില്ല. ഇവനെ പോലുള്ളവരുടെ ചാനലിൽ വരുന്നതാണ് നിനക്കൊക്കെ വിശ്വാസമെങ്കിൽ ഇനി ഞാനൊന്നും പറയുന്നില്ല.
വീട്ടിലെ വിളക്ക് എല്ലാ ദിവസവും രാത്രി 8:30 ഫ്ലവേഴ്സിൽ. മഹാലക്ഷ്മി എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് ഫ്ലവേഴ്സിൽ.